ഇവിടെ ഒരു കെട്ടിടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആ കെട്ടിട പണിയിൽ പങ്കാളികളായ ബംഗാളി ഫാമിലിയുമായി തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവർ കൂട്ടാകുന്നു. നീയായിരുന്നോ? അച്ഛടാ, ഞാൻ മിഠായി വാങ്ങാൻ വന്നു പോയല്ലോ. ഞാനിവിടെ ഉണ്ട് ചിന്ത. എന്താ ഇവിടെ ദീദിയും ചിന്താപ്പിയും സംസാരം? അയ്യടാ, ദീദി കൊണ്ടുവന്നില്ലേ? അതും പറഞ്ഞ് അവൻ കുട്ടിയെടുക്കുന്നു. നമുക്ക് പോയി മിഠായി വാങ്ങി വരാം. നീയും പോരുന്നോ? അവൻ അവളോടായി ചോദിച്ചു. അത് കേൾക്കേണ്ട താമസം അവൾ അവരുടെ കൂടെ കളിയിലേക്ക് നടന്നു. കുറച്ചൊക്കെ നടന്നതും ദേവിനൊരു കോൾ വന്നു. അവൻ കോൾ എടുക്കുന്നതിന് വേണ്ടി കുട്ടിയെ ദക്ഷിണെ ഏൽപ്പിച്ചു. അവൾ ചിന്നാപ്പയെയും വാങ്ങി നടക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് മോനെ കാണാതെ ആയതിനെ തുടർന്ന് അവൾ പുറകിലേക്ക് നോക്കുന്നു. എന്നാൽ അവിടെ അവനെ കാണാനേ അവൾക്ക് സാധിച്ചില്ല. അവൻ എവിടെ പോയി എന്ന് ചിന്തിച്ച് എടുക്കുമ്പോഴാണ് ദേവ് ഒരു ബുള്ളറ്റിൽ അവിടെ വരുന്നത്. അവൻ വരുന്നത് കണ്ട അവൾ ചിന്താപ്പയോട് പറഞ്ഞു, ദേവ് നിന്ന് ഭയ വരുന്നുണ്ട്, ഇനി നമുക്ക് വണ്ടിയിൽ പോവാം. എന്നാൽ ദേവാകട്ടെ അവരെ മറികടന്നു പോകുന്നു. അവരൊന്നും നോക്കിയത് പോലുമില്ല. ഇത് കണ്ട ദക്ഷിന് ദേഷ്യവും വിഷമവും തോന്നി. അവൾ ആ ഭാഷയിൽ ചിന്താപ്പയും കൂട്ടി കടയിൽ കയറി ചോക്കടിച്ച് വാങ്ങി തിരികെ ഫ്ലാറ്റിൽ വന്നു. അവനോടുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും ഏതൊരു യന്ത്രം പോലെ അവൾ ഫ്ലാറ്റിലേക്ക് നടന്നു. തന്റെ ഫ്ലാറ്റിന്റെ നമ്പർ കഴിഞ്ഞിട്ടും ഒന്നും അറിയാതെ അവൾ മുന്നോട്ട് നടന്നു. എന്നാൽ പെട്ടെന്ന് 2 കൈകൾ വന്ന് അവളെ ആ ഫ്ലാറ്റിലേക്ക് വലിച്ചു. വീടോടെ തന്നെ അടങ്ങി നിൽക്കടി. എന്നെ വിട്ടേ. ഓ, മേഡം ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. അതെ, മാറി നിൽക്ക്. അതും പറഞ്ഞ് ദേവിനെ തള്ളി മാറ്റി അവൾ തിരിഞ്ഞു. ആ കാഴ്ച കണ്ട് അവൾ നീട്ടി അവനെ നോക്കി. ഹാപ്പി ആനിവേഴ്സറി മൈ ലവ്. ലവ് യു. ഹാപ്പി ആനിവേഴ്സറി ടു ഹബി. ലവ് യു ടു. റിച്ചു,